ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഞങ്ങളുടെ ഫാക്കൽറ്റീസിലും ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പൊതുവിലുള്ളൊരു ധാരണ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുന്ന കുട്ടികൾ പൊതുവെ പഠിത്തത്തിൽ പുറകിൽ നിൽക്കുന്നവരും അല്ലെങ്കിൽ യാതൊരു കഴിവില്ലാത്തവരാണ് എന്നുള്ളൊരു ധാരണയാണ്. ഇതിനെക്കുറിച്ചൊരു പ്രൂഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവർ ആദ്യം ഒരു എക്സാം നടത്തണം. എന്നിട്ട് അതിൽ പാസ് ഔട്ട് ആകുന്ന കുട്ടികൾക്ക് മാത്രം PSC എഴുതാനുള്ള അപ്രൂവൽ ഇവർ കൊടുത്താൽ മതി. അല്ലാതുള്ള കുട്ടികൾക്ക് കൊടുക്കണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നാണെങ്കിലും പുറത്ത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണെങ്കിലും അവരെല്ലാവരും തന്നെ ഇങ്ങനെ പഠിച്ചവരാണ്, എന്നാൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോലും അവസരം ഇല്ലെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവിടെ എങ്ങനെയുള്ള പരിഗണനയാണ് നമുക്ക് കിട്ടുന്നത്? നല്ല പരിഗണനയാണ്. എന്നാലും നമ്മൾ BVOC ആയതുകൊണ്ട് അതിൻ്റെ അനുസരിച്ചുള്ളൊരു സ്ഥാനം നമുക്ക് തരുന്നില്ല, ഹോസ്പിറ്റലുകളും തരുന്നില്ല. ഞാൻ പേഷ്യൻ്റ് കെയർ പഠിപ്പിക്കുന്നെങ്കിലും കുട്ടികളെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് അതിൻ്റെതായ ഒരു വാല്യൂ കൊടുക്കുന്നില്ല. ഇത് സർക്കാരിൻ്റെ ഒരു കോഴ്സായിട്ട് കൂടി കുട്ടികൾക്ക് ശരിക്കും അവർക്ക് ചില സമയങ്ങളിൽ തകർന്നു പോകുന്നൊരവസ്ഥയിലാണ് എല്ലാവരും അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളെ നിങ്കനവുണ്ടൻ കണ്ണിൽ, പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളെ നിങ്കനവുണ്ടൻ കണ്ണിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഒരു ജോലി എന്ന് പറയുന്നത് എല്ലാവരെയും ഒരു സ്വപ്നമാണ്. പല കാരണങ്ങൾ കൊണ്ട് BSc പഠിക്കാൻ പറ്റാത്ത ഒരുപാട് പേർക്ക് ഒരു സഹായമാണ് ഈ BVOC കോഴ്സ് എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒരുപാട് പേര് ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ BScക്കാർക്ക് കിട്ടുന്ന പോലെ തന്നെ കോഴ്സുകളും തിയറികളും ട്രെയിനിങ്ങും ഒക്കെ ഞങ്ങൾക്കും കിട്ടുന്നുണ്ട്. അവരെ പോലെ തന്നെയാണ് ഞങ്ങളും പഠിച്ചിറങ്ങുന്നത്. പക്ഷേ ഈ കോഴ്സ് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള അംഗീകാരം കിട്ടുന്നില്ല. അവരെക്കാളും ഞങ്ങളെ കുറച്ച് കാണുകയാണ്. അതിനൊരു മാറ്റം വരണം. അവരെ പോലെ തന്നെയാണ് ഞങ്ങളും ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ചെല്ലുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം ഒരു ഗവൺമെൻറ് എക്സാം എഴുതാൻ ഞങ്ങളെ അനുവദിക്കണം. വെളി രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനാണെങ്കിലും ഞങ്ങൾക്കൊരു അംഗീകാരം കിട്ടണം. അതിനുവേണ്ടി ഒരു എക്സാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ മാരകമായിട്ടുള്ള രോഗങ്ങൾ വലയുന്ന മാതാപിതാക്കളാണ്. അവർക്ക് ജീവിത സുരക്ഷയില്ലാത്തൊരു സാഹചര്യത്തിലാണ്. സ്ത്രീ എന്ന പുരുഷനൊന്നും ഇല്ല അവിടെ. ആ കുട്ടികൾക്ക് തുടർ പഠനത്തിന് വേണ്ടി മലനാട് ദേവിയുടെ ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് 2-3 സീറ്റുകൾ മാറ്റിവെക്കുക. തീർച്ചയായിട്ടും 100%.